അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പുഡിംഗ് ആണ്. വളരെ ഈസിയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് കാണാം. 1/2 ലിറ്റർ പാല്, 1 കപ്പ് പഞ്ചസാര. ഞാനിവിടെ ബ്ലൂബേർഡിൻ്റെ ജെലറ്റിൻ പൗഡർ ആട്ടോ എടുത്തത്, 1 സാഷറ്റ്, 1 ടേബിൾ സ്പൂൺ പശു നെയ്യ്, 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 3 വലിയ ക്യാരറ്റ്, മധുരം ഒന്ന് ബാലൻസ് ആക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ്. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നേരിയതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ 3 ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ക്യാരറ്റിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതുപോലുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിൽ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ക്യാരറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇതുപോലെ മതി. കൂടുതൽ സമയം ക്യാരറ്റ് വേവിക്കാൻ പാടില്ല. സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂട് പോയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഈ ക്യാരറ്റ് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. പുഡിങ്ങിന് നല്ല മധുരം ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. ജെലറ്റിൻ പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് ലോയിൽ വെക്കുക. 1 ടേബിൾ സ്പൂണ് പശു നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഉടനെ തന്നെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോകുന്നത് വരെ റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴെയാണ് വെക്കേണ്ടത്. അലൂമിനിയം ഫോയിൽ തന്നെ വേണമെന്നില്ല. ഒരു മൂടി ഉപയോഗിച്ച് മൂടി വെച്ചാലും മതി. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായി വരും. ഇപ്പോൾ പുഡിംഗ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു കത്തി കൊണ്ട് എല്ലാ സൈഡും ഒന്ന് വിടുവിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വെക്കുക.
ഒരു വിഷമവും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ പുഡിങ് പ്ലേറ്റിലേക്ക് വരും. പൊട്ടിപ്പോവൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനൊരു 6 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പുഡിങ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പ്ലേറ്റിൽ വെച്ച് സെർവ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.